ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. എന്നാൽ ഞാനിപ്പോഴുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിലും നിത്യേനയുള്ള വ്യായാമം മുടക്കാത്ത KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP-യുടെ ജിമ്മിലാണ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഈ വ്യായാമം മുടക്കാതെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും. വ്യായാമം മുടക്കുന്നത് ശരിയല്ല. വ്യായാമം എടുക്കുന്ന ആളുകൾക്കറിയാം അത് ആവശ്യത്തിൽ എല്ലാ ദിവസവും ഒരു ചെറിയ സമയമെങ്കിലും അത് കളിക്കണം. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് പോയാലോ? ഇത്തിരി ബുദ്ധിമുട്ടിക്കണ്ട അധികം. ഞാനൊക്കെ തീർത്തിട്ട് ഒരുപാട് പ്രോഗ്രാമുണ്ട്, ഷെഡ്യൂൾഡ് പ്രോഗ്രാമുണ്ട്. 10:30 മണിയാകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തണം. ഒരുപാട് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കാതെ ചെറിയ രണ്ട് മിനിറ്റ്. ഈ ചെറുപ്പക്കാർക്ക് വ്യായാമം ചെയ്യുന്നവരെ വലിയ ഇഷ്ടമാണ്. ആയിരിക്കാം. ആരോഗ്യത്തിൽ നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ആര് വ്യായാമം ചെയ്യുന്നതും ഇഷ്ടമാണ്. അപ്പോൾ ഒരു എഴുന്നേക്കാൻ നോക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞതാണ് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക വന്നു കഴിഞ്ഞു. പട്ടിക വന്നതിന് ശേഷമുള്ള KPCC പ്രസിഡന്റിൻ്റെ ഒരു ആത്മവിശ്വാസം എത്രമാത്രം? വലിയ പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ ഞങ്ങളെ പട്ടിക കേരളത്തിലെ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പുതിയ സംരംഭമാണ്, പുതിയ സംഭവമാണ്. ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചൊരു കാലഘട്ടം കോൺഗ്രസ്സിന് ഇതൊരു പക്ഷേ ആദ്യത്തേതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ലാസ്റ്റ് മിനിറ്റിൽ പട്ടികയിലെ മാറ്റം വരുത്തൽ അത് യഥാർത്ഥത്തിൽ ഈ പത്മജയുടെ പോക്കിനെ, ആ നീക്കത്തെ പ്രതിരോധിക്കാനായിരുന്നു. രാഷ്ട്രീയ രഹസ്യമാണ്. അതൊന്നും ഇങ്ങനെ നിങ്ങളോട് ചാനലുകാരോട് പറയേണ്ടുന്ന കാര്യമല്ല. പൽപ്പജ പോട്ടെ. പൽപ്പജ പോയതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു ദോഷവും വരാനില്ല. എന്തെങ്കിലും ഒരു കഷ്ടനഷ്ടം നമുക്ക് വരാനുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. പൽപ്പജയെ ഞങ്ങളൊക്കെ സ്നേഹിച്ചവരാണ്. എല്ലാ ആവശ്യമായ അക്കോമഡേഷനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് നിലക്ക് അവരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്ത് KPCC പ്രസിഡന്റാണ്. പിന്നെ അവരുടെ പരാതി എന്താണ്? ആ പരാതി ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ലക്ഷ്യം വെച്ചാണോ ആയിരിക്കാം. ചിലപ്പം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും ഇന്ത്യ ഭരിക്കാത്ത പാർട്ടിയും രണ്ടല്ലേ. ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിന്നാൽ ആ രാഷ്ട്രീയമായി എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള വ്യാമോഹം കൊണ്ട് പോയതാവാം. പക്ഷേ അവിടെ ചെന്നാലേ അവിടുത്തെ അടുക്കള ചുറ്റുപാട് മനസ്സിലാവുള്ളൂ. പോയി വരട്ടെ, അനുഭവിക്കട്ടെ, അറിയട്ടെ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകനാഥ് ബെഹ്റയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു BJP-യിലേക്ക് പത്മജയെ എത്തിച്ചത് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? എനിക്കതിനെക്കുറിച്ച് കറക്റ്റായി അറിയില്ല. അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. ഞാനത് സതീശനുമായിട്ട് സംസാരിച്ചിരുന്നു. സതീശനും ഇതേ അഭിപ്രായമാണ്. പക്ഷേ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനതൊരു ആരോപണമായിട്ട് ഉന്നയിക്കാനും നിൽക്കാനില്ല. പക്ഷേ സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കോൺഗ്രസ് ഒന്ന് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് 370 സീറ്റ് കിട്ടുമെന്നാണ് മോഡി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെയും ഈ കോൺഗ്രസിൽ നിന്നും ആൾക്കാരെ പിടിക്കുന്നത് എന്തിനാണ്? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല, മോഡിയാണ് പറയേണ്ടത്. അല്ല, അതിലൊരു കോൺഗ്രസിന് ഒരു രാഷ്ട്രീയം പറയാനുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ട്. കാരണം ചോദിച്ചാൽ BJP-യോടുള്ള അമർഷവും വെറുപ്പും ഇന്ത്യൻ ജനകോടികളിൽ വർദ്ധിച്ച് വരികയാണ്. ഇന്നലത്തെ മോഡിയല്ല ഇന്നത്തെ മോഡി, ഇന്നലത്തെ BJP അല്ല ഇന്നത്തെ BJP. അവർക്കെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞതൊന്നും നടക്കുന്നില്ലെന്നും നടക്കുമെന്ന് പറയുന്നതൊന്നും നടക്കാനുള്ളതല്ലെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആദ്യം മോഡിയിൽ കുറേ വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പൊതുവേ. പക്ഷേ ഇപ്പം ആ വിശ്വാസം അവർക്ക്. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന സ്ലോഗൻ അത് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ്. ഈ രാജ്യം അങ്ങനെ ഒരു ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നുമില്ല. ഗ്യാരണ്ടിയെക്കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുമില്ല. പക്ഷേ ഈ വേളയിലും എന്താണ് ഇങ്ങനെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അങ്ങോട്ടേക്ക് കൂടുമറന്നു? അതൊക്കെ സ്വാഭാവികമായും ഉന്നത സ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകൾക്ക് അതിന് ആ സമയത്ത് ആരാണോ അധികാരത്തിൽ അതിൻ്റെ പിറകെ പോവുക എന്നതാണ് പ്രാപ്യമായ കാര്യം. അതിന് പോകുന്ന ചില ആളുകളുണ്ട്. കോൺഗ്രസിനകത്ത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ. അതുകൊണ്ടൊന്നും കോൺഗ്രസ് ചെറുതായി പോയിട്ടില്ല. കോൺഗ്രസ് ഇവിടെ ധ്രുവീകരിച്ചു പോയിട്ടില്ല. കോൺഗ്രസ് ഇവിടെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. അതുകൊണ്ട് പോകുന്നവർ പോട്ടെ, അത് വിഷയമല്ല. പോകാതെ ഈ പാർട്ടിക്കകത്ത് അടിയുറച്ചു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യബോധമുള്ള എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരും അതുപോലെ നേതാക്കന്മാരും ഈ പാർട്ടിക്ക് എന്നുമുണ്ട്. ഇത് കോരിയാൽ തീരാത്ത വെള്ളമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കോരി തീർക്കാവുന്നൊരു വെള്ളമല്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. ഇത് കോരി തീർക്കാൻ പറ്റാത്ത വെള്ളമാണ്. നല്ലൊരു കാച്ചോടാണ് കോരിയാൽ തീരാത്ത വെള്ളം. ഈ കോരിയാൽ തീരാത്ത വെള്ളത്തിൻ്റെ കേരളത്തിലെ ഒരു സാഹചര്യം, കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റായിരുന്നു. ഇപ്രാവശ്യം 20 സീറ്റാക്കും. അതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ഇത് വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതല്ല. 20ൻ്റെ ടാർഗറ്റ് വെച്ചാണ് നമ്മളെ വർക്കൊക്കെ.
സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനനുസൃതമായ സ്ഥാനാർത്ഥി പട്ടികയാണ്. എന്തുകൊണ്ടാണ് മുരളിയെ ഞങ്ങൾ പെട്ടെന്ന് തൃശ്ശൂരേക്ക് മാറ്റിയത്? സർജിക്കൽ സ്ട്രൈക്ക്. സർജിക്കൽ സ്ട്രൈക്കാണ്. അതൊരു സീറ്റ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് പകരം നമ്മൾ എന്ത് റിസ്ക് എടുത്താന്നും പിന്നെ വടകരക്ക് നമ്മൾ നേതാവിനെ വെച്ചത്. വടകരയിൽ വടകരയിൽ ഗുണം ചെയ്യും നിശ്ചയമായും. ഷാഫി നമ്മുടെ സെക്കൻഡ് ജനറേഷനിലെ ഏറ്റവും ഡൈനാമിക് ഫിഗറാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഫിഗറാണ് അദ്ദേഹം. പക്ഷേ കെ ശൈലജ ടീച്ചറോടാണ് അവിടെ മത്സരം. എവിടെ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. കെ ശൈലജ എന്ന് പറയുന്നത് വലിയ ആനയും കുതിരയൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഞങ്ങൾക്കറിയാം ശൈലജ ടീച്ചർ പാവമാണ്. ശൈലജ ടീച്ചർ പിന്നെ ഹെൽത്ത് മിനിസ്റ്ററായിരിക്കുമ്പോൾ ഇത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് അവർ മഹത്വം അവർക്ക് അവകാശപ്പെടാനില്ല. ഞാൻ ചോദിക്കുന്ന ആ പാർട്ടി തന്നെ ശൈലജ ടീച്ചർക്ക് ആ മഹത്വം കൊടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ ശൈലജ ടീച്ചറെ ബഹുമാനിക്കുന്നുണ്ടോ? എങ്ങനെയാ പിണറായി വിജയനും ശൈലജ ടീച്ചറും തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയോ? ആ ഇക്വേഷൻ മുഖത്തോട് മുഖം കണ്ടാൽ ചിരിക്കാത്ത ഇക്വേഷനാണ്. ഈ കണ്ണൂരിൽ സുപരിചിതനാണ്. അതുകൊണ്ട് കണ്ണൂരിലെ സിറ്റിംഗ് എം പിയാണ്. ഇപ്രാവശ്യം MV ജയരാജനാണ് അങ്ങേക്കെതിരാളി. എതിരാളിയേ അല്ല എനിക്ക് ഞാൻ ശ്രീമതി ടീച്ചറോടൊക്കെ മത്സരിച്ച് ഏതാണ്ട് 98,000 വോട്ടിന് ജയിച്ച ഒരാൾക്ക് കണ്ണൂർ കാസർഗോഡ് പാർലമെൻറ്റിൻ്റെ അകത്ത് ജയരാജനൊന്നും ഒരു സ്ഥാനാർത്ഥിയല്ല. MV ജയരാജനൊന്നും നമുക്കൊരു സ്ഥാനാർത്ഥിയേ അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലീഗ് സജീവമല്ല എന്ന് പൊതുവെ ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്. ലീഗ് പ്രവർത്തകർ ഒന്ന് ഉഷാറാവേണ്ടതില്ലേ? തൊട്ടിനല്ല, ഇലക്ഷൻ തൊട്ടില്ലല്ലോ. നമ്മൾ തൊടാൻ പോതല്ലേ ഉള്ളൂ. തൊടുന്നതിന് മുമ്പേ തുള്ളാൻ കഴിയുമോ? തൊട്ടാലല്ലേ തുള്ളൽ. അത് ഒരാഴ്ച കഴിയാണ്ട് ഒരാഴ്ചയൊക്കെ കഴിയാണ്ട് അതിലൊക്കെ വരും, ആവേശം വരില്ലല്ലോ. അതൊക്കെ നമ്മളെ കൺവെൻഷനോട് കൂടി അതൊക്കെ ചോറാവും. ഈ ലീഗിൽ അതൃപ്തി ഉണ്ട് എന്നുള്ള കാലമൊക്കെ അത് കഴിഞ്ഞു. വലിയ അതൃപ്തി ലീഗിന്, മുസ്ലിം ലീഗിനെ നമ്മൾ വേണ്ടത്ര സഹായിച്ചു, വേണ്ടത്ര സ്നേഹിച്ചു, വേണ്ടത്ര നമ്മൾ അംഗീകരിച്ചു. എല്ലാ സ്ഥാനമാനങ്ങളും അവർ ആവശ്യപ്പെട്ടത് കൊടുത്തു. ഇതിനപ്പുറത്തെന്ത് വേണം? ഈ സമസ്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ സമസ്തയും ഈ CPM അടുക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കേട്ടത്. എന്താ ഇപ്പോഴത്തെ ഒരു വസ്തുത? അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. അത് പഠിക്കാതെ പറയാനും പറ്റില്ല. ഞാനത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമസ്തയും UDF തമ്മിലുള്ളൊരു ബന്ധം നല്ല ബന്ധമാണ്. നല്ല ബന്ധമാണ്. ഞാനിപ്പോൾ ഞങ്ങളെ അന്നത്തെ സമ്മേളനത്തിലൊക്കെ സംസ്ഥാനത്തെ ആളുകളുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന പൊതുയോഗത്തിൽ ആ പ്രസംഗമൊക്കെ കേട്ടാൽ അവരുടെ സ്റ്റാൻഡ് എന്താണ്, അവരുടെ മനസ്സെന്താണ് എന്ന് വായിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് അത് പഠിക്കാതെ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഈ സുരേഷ് ഗോപി വലിയ തരംഗം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ തരംഗം കാണുന്നുണ്ടല്ലോ അവിടെ? സുരേഷിൻ്റെ തരംഗം അവിടെ കാണുന്നുണ്ടല്ലോ. സുരേഷ് തന്നെ ഹസ്തപ്രജ്ഞനായി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനസ്സും മുഖവുമാണ് ഇപ്പം. വന്ന സുരേഷിൻ്റെ മുഖമല്ല ഇപ്പം. ആ മുഖമൊക്കെ മാറി. BJP പ്രാവശ്യവും അക്കൗണ്ട് തുറക്കില്ല, ഒരിക്കലും തുറക്കില്ല. ഒരാളെ ജയിപ്പിക്കാൻ കേരളത്തിൽ BJPക്ക് സാധിക്കില്ല. ചലഞ്ച്. ഇത്രയും കോൺഫിഡൻസ്? അത്രയും ഫുള്ളി കോൺഫിഡൻസ് അബൌട്ട് ഇറ്റ്. ഐ ആം KPC president. I know every political atmosphere as far as Kerala is concerned. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ്, കേരളത്തിൽ ഇതുവരെ ഭരണരംഗത്ത് കടന്നു വന്ന് പ്രഖ്യാപിച്ചത് ചെയ്ത ഗവൺമെൻറ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞ കാലത്ത് ഒന്ന് പഠനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വാക്കുകൾ പാലിക്കുന്ന ഒരു പാർട്ടി അത് UDF ആണ്. മുന്നണി അത് UDF ആണ്. UDFിൽ നിന്നേ അത് കിട്ടുള്ളൂ. CPM ഇടതുപക്ഷ മുന്നണി പറഞ്ഞ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഇപ്പോഴും തെരുവിൽ നിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ് അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് സത്യസന്ധമായ പ്രസ്താവനയെയും സത്യസന്ധമായ ഉറപ്പിനെയും അംഗീകരിക്കാൻ ഈ രാജ്യത്തെ വോട്ടർമാർക്ക് സാധിക്കണം. അത് സാധിക്കുമ്പോൾ അതൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം, ഞാൻ ഇതിലൊരു ഉപചോദ്യമാണേ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അങ്ങേക്കെതിരെയുള്ള ഒരു ആക്രമണമായി പറഞ്ഞത് ഇന്ന് പത്മജ പോയി, നാളെ മുരളിയും സുധാകരനും BJPയിലേക്ക് പോയേക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിന് ആഗ്രഹിക്കാൻ ആർക്കും അവകാശമില്ലേ? അത് ആഗ്രഹിച്ചോട്ടെ. അദ്ദേഹം മരിക്കുന്നത് വരെ ആഗ്രഹിച്ചോട്ടെ, പറഞ്ഞോട്ടെ. എനിക്ക് പരാജയമൊന്നുമില്ല. പക്ഷേ പിണറായി വിജയനെ പോലെ അസ്ഥിരത എനിക്കില്ല. താങ്ക് യു. ആശംസകൾ. SKN വളരെ കൃത്യമായി കെ സുധാകരൻ ജിമ്മിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയം കൃത്യമായി പറയുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. ക്യാമറമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24.